അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, IT ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ IT ഡിവൈസുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിൽ തന്നെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാൻ ബ്രോഡ്കാസ്റ്റ് ഉപയോഗിക്കാം. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഒരു അപ്ഡേഷൻ അത് വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്നുള്ള, വാട്സപ്പിൽ കമ്മ്യൂണിറ്റികൾ, കൂട്ടായ്മകൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ് ചെയ്ത വാട്സപ്പിൽ നമ്മുടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചാറ്റ്, സ്റ്റാറ്റസ്, കോൾസ് എന്നിങ്ങനെ ഉണ്ടാവും. അതിൻ്റെ തൊട്ടപ്പുറത്തായി ഒരു ഐക്കൺ കാണാം. അവിടെയാണ് കമ്മ്യൂണിറ്റികൾ നമുക്ക് ഉണ്ടാവുക. അവിടെ ന്യൂ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമ്മളെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ള ഗ്രൂപ്പുകൾ കാണിക്കുന്ന പോലെ നമ്മളുള്ള കമ്മ്യൂണിറ്റികൾ ഈ ഒരു ടാബിലായിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മൾ ഉള്ളൊരു കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ കീഴിൽ ചിലപ്പോൾ കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഒരാൾ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആദ്യമായി നമ്മുടെ ഫോണിലേക്ക് ഒരു കമ്മ്യൂണിറ്റിയുടെയും ഒരു ഗ്രൂപ്പിൻ്റെയും ആയിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മളും നമ്മളെ ആഡ് ചെയ്ത അഡ്മിനും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചിലരൊക്കെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതെന്തിനാണ് ഞാൻ മാത്രമുള്ളൊരു ഗ്രൂപ്പ് അതിലേക്ക് എന്നെ ആഡ് ചെയ്തതെന്ന് സംശയം പ്രകടിപ്പിക്കാറുണ്ട്. അത് കമ്മ്യൂണിറ്റിയിൽ ആ ഒരു രൂപത്തിലാണ് വരിക. ഇനി ആ കമ്മ്യൂണിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറേയധികം ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പോൾ കമ്മ്യൂണിറ്റി നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരുപാട് കോഴ്സുകൾ നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഓരോ കോഴ്സിനും ഓരോ ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ തന്നെ പല ലെവലിലുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ ഓരോ കോഴ്സിനും ഓരോ ഗ്രൂപ്പുകളുണ്ടാക്കി അതിൽ ഒരു കമ്മ്യൂണിറ്റിയാക്കി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് അവസാനത്തെ ജുസ് പഠിക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ ആഡ് ചെയ്യപ്പെട്ടത് എന്ന് കരുതുക. അങ്ങനെ ഓരോ ജുസിൻ്റെയും കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ 30ാമത്തെ ജുസ് പഠിച്ചു കഴിഞ്ഞാൽ അതേ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗ്രൂപ്പുകളുടെ വിവരങ്ങളുണ്ടാവും. നമ്മളൊരു കമ്മ്യൂണിറ്റി, ഉദാഹരണമായിട്ട് ഒരു കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ അതിലുള്ള നമ്മളുള്ള ഗ്രൂപ്പും അതേപോലെ ആ കമ്മ്യൂണിറ്റിയുടെ പേരും അവിടെ ഉണ്ടാവും. അതിന് താഴെ അതർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കതിലേക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എക്സിറ്റ് കമ്മ്യൂണിറ്റി എന്നത് അടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ നിന്ന്, കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ ഇനി റിപ്പോർട്ട് ചെയ്യേണ്ട രൂപത്തിലുള്ള കമ്മ്യൂണിറ്റി ആണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത ഗ്രൂപ്പ് അതേപോലെ തന്നെ ആ കമ്മ്യൂണിറ്റിക്ക് കീഴിലുള്ള മറ്റുള്ള ഗ്രൂപ്പുകളും അവിടെ വരും. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പിൽ 30 ജുസ് പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതുക. 30ാമത്തെ ജുസ് പഠിച്ചു. ഇനി നമ്മൾ 29ാമത്തെ ജുസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അത് എന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കാണിക്കും. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ റിക്വസ്റ്റ് ടു ജോയിൻ എന്ന് കാണാം. അങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നേരിട്ട് നമുക്കൊരിക്കലും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ആ റിക്വസ്റ്റ് ടു ജോയിൻ എന്നുള്ള ആ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അതിലെ ഗ്രൂപ്പിലെ അഡ്മിന്മാരുടെ നമ്പറുകൾ അവിടെ കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ അഡ്മിന്മാരിൽ ഒരാളെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു മെസ്സേജ് നമ്മൾ അഡ്മിൻ അയക്കുക, റീസൺ ഫോർ റിക്വസ്റ്റ്. അപ്പോൾ അവിടെ ഉള്ള ഒരു മെസ്സേജ് ഡീഫോൾട്ടായിട്ട് ക്യാൻ യു പ്ലീസ് ആഡ് മീ ടു ദ ഗ്രൂപ്പ് എന്നൊരു മെസ്സേജ് അവിടെ കാണും. അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും വിവരങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് സെൻഡ് റിക്വസ്റ്റ് എന്നുള്ളൊരു ഭാഗം അവിടെ കാണാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു അതിലൊരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് അയക്കായി. അപ്പോൾ അഡ്മിൻ നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പിലും കൂടി ആഡ് ആവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ
പഠനവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരേ രൂപത്തിലുള്ള കുറേ ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ നമുക്കും ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരമായിക്കൊണ്ടും നമുക്ക് ഈ കമ്മ്യൂണിറ്റിയെ ഉപയോഗപ്പെടുത്താം. അതേപോലെ നമ്മൾ താല്പര്യമില്ലാത്തൊരു കമ്മ്യൂണിറ്റിയിലാണ് ആഡ് ചെയ്യപ്പെട്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിലീറ്റ് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒഴിവാകാനും അതല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയുണ്ട്. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ ഈ രൂപത്തിലുള്ള കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അതിനും നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഓപ്ഷനുകൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. IT ജാലകത്തിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.